ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം SIT ടീം കസ്റ്റഡിയിലെടുക്കുന്നത്. നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം SITക്ക് അനിവാര്യം തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നു. വരുന്ന മണിക്കൂറുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരും. സിജോ വി ജോൺ ചേരുകയാണ് കൃത്യമായ വിവരങ്ങൾ നൽകാനായി. സിജോ, അന്വേഷണ സംഘം എവിടെയാണ് പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളോ വിവരങ്ങളോ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഉണ്ണികൃഷ്ണൻ പോറ്റി. ഒരുപാട് അവ്യക്തതയൊക്കെ നിറഞ്ഞൊരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് സിജോ? ഇന്ന് രാവിലെയാണ് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ അംഗങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തുന്നത്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ സംഘം ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് എന്നുള്ളതാണ്. അത് തിരുവനന്തപുരം തന്നെ തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എവിടെയാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കൊക്കെ പല കാര്യങ്ങൾക്കൊക്കെ തിരുവനന്തപുരത്താണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പവും കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അന്വേഷണ സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് തന്നെ കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ എത്തി തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു, രേഖകൾ പരിശോധിക്കുകയായിരുന്നു, മൊഴികൾ രേഖപ്പെടുത്തുകയായിരുന്നു. അത് മുഴുവൻ പൂർത്തിയാക്കിയ ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുന്നത്. ഏതായാലും കൃത്യമായ ഒരു ചോദ്യാവലി ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായ ഉത്തരം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരും. ഈ ചോദ്യം ചെയ്യലിലൂടെ ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി അറിയേണ്ടത്, ഈ പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്തതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടയക്കുമോ, അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്ത് പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. ഒരു പക്ഷേ കൃത്യമായ തെളിവുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൊഴികൾ അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിലനിൽക്കുന്ന സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതും വളരെ വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ സാധിക്കും. അത് ഏത് തരത്തിലാണ് എന്നുള്ളത് ഈ വരുന്ന മണിക്കൂറുകളിൽ നടക്കുന്ന ചോദ്യം ചെയ്യലും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് മറുപടി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകും എന്നുള്ളത് കൂടി കണക്കിലെടുത്ത് അനുസരിച്ചിരിക്കും. ഒരു കൂടുതൽ ക്ലാരിറ്റി വരേണ്ട വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി മറ്റ് പല മൊഴികൾ കൂടി പരിശോധിക്കും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് ഇതിലൊരു ക്ലാരിറ്റി വരത്തില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്ത് കൊടുത്തിരിക്കുന്ന ദേവസ്വം ബോർഡിലെ മെമ്പേഴ്സും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലെ ഇവരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതിനകത്തുള്ള ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് തുടർ നടപടികളുടെ ഭാഗമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. നമുക്ക് മനസ്സിലാവുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആസൂത്രണം, അത് നടപ്പാക്കിയത്, ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക്, മറ്റാളുകളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത കിട്ടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണം എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിലും ഒരു ക്ലാരിറ്റി വേണം. കാരണം ഇവിടെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് 1564 ഗ്രാം സ്വർണമാണ്. അത് ഉരുക്കിയപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കിട്ടിയത് വെറും 577 ഗ്രാം സ്വർണമെന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം ഈ സ്വർണം മുഴുവൻ പൂച്ചതിന് ശേഷം ഈ മറ്റു പല ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത സ്വർണം ഉൾപ്പെടെ ഏകദേശം 477 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഇയാളുടെ സുഹൃത്ത് കൽപേഷിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വർണം എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ഇതെന്ത് ചെയ്തു എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട്. ആരുടെയൊക്കെ സഹായം ഇതിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തത വേണം. കാരണം ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് 9 ഉദ്യോഗസ്ഥരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സഹായം ലഭിച്ചതെന്ന് പറയാൻ പറ്റില്ല. 9 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം അത് പല ഘട്ടങ്ങളായി പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിൽ രേഖകളിൽ മാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അറിയാതെ ചില കാര്യങ്ങളുടെ ഭാഗമായി വിട്ടുപോയത് ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഇയാളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി വന്നതാവില്ല. പക്ഷെ ബോധപൂർവമല്ലാതെ ചിലപ്പോൾ ചില വീഴ്ചകളുടെ ഭാഗമായി സംഭവിച്ചതാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ, ഇതിൽ തന്നെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഇയാൾക്ക് കൃത്യമായി സഹായം ചെയ്ത് കൊടുത്തുകൊണ്ട് ഇത് കടത്തിക്കൊണ്ടുവന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലോടെ അതിലൊരു ക്ലാരിറ്റി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്.